പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ രക്തരൂക്ഷിതമായ ഏടുകളിൽ മനുഷ്യത്വത്തിനും നയതന്ത്രത്തിനും നേരെ ഉയർന്ന ഒരു ചോദ്യചിഹ്നമായി ഗാസയിലെ ഹോളി ഫാമിലി ചർച്ചിന് നേരെ ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണം നിലകൊള്ളുന്നുണ്ട്. കേവലം ഒരു സൈനിക നീക്കത്തിനപ്പുറം സാധാരണക്കാരുടെയും ആരാധനാലയങ്ങളുടെയും സംരക്ഷണത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര നിയമങ്ങളെയും മൂല്യങ്ങളെയും ഈ സംഭവം വെല്ലുവിളിച്ചു. ഗാസയിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഏക കത്തോലിക്ക ദേവാലയമായ ഈ പള്ളി യുദ്ധത്തിന്റെ കെടുതികളിൽ നിന്നും രക്ഷ തേടിയ നൂറുകണക്കിന് നിരാലംബരായ മനുഷ്യരുടെ അഭയകേന്ദ്രമായിരുന്നു. ഒരു ദൗർഭാഗ്യകരമായ അബദ്ധമായിരുന്നുവെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പിന്നീട് സമ്മതിച്ചെങ്കിലും അത് സൃഷ്ടിച്ച മുറിവുകളും ഇസ്രായേലിന്റെ ആഗോള പ്രതിച്ഛായയ്ക്ക് ഏൽപ്പിച്ച ആഘാതവും പെട്ടെന്ന് മാഞ്ഞു പോകുന്ന ഒന്നായിരുന്നില്ല. ഗാസ മുനമ്പിന്റെ ഹൃദയഭാഗത്ത് അത്യപൂർവമായ സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും തുരുത്തായി ഹോളി ഫാമിലി ചർച്ച് നിലനിന്നു. യുദ്ധം അതിന്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഇസ്രായേൽ ബോംബാക്രമണങ്ങളെ ഭയന്ന് വീടുകൾ വിട്ടോടിയ ആയിരക്കണക്കിന് പലസ്തീൻകാർ അഭയം തേടിയത് ഈ പള്ളിയുടെ സുരക്ഷിതത്വത്തിലായിരുന്നു. ആക്രമണം നടന്ന ദിവസം ഏകദേശം 600ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു. അവരിൽ കുട്ടികളും ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നവരും ഉൾപ്പെട്ടിരുന്നു. ഒരു ആരാധനാലയം എന്നതിലുപരി ഭയത്തിൽ നിന്നും മരണത്തിൽ നിന്നും ഒളിക്കാൻ ഒരിടം തേടിയ മനുഷ്യർക്ക് മാനുഷികതയുടെയും സഹാനുഭൂതിയുടെയും പ്രതീകമായി ഈ പള്ളി നിലകൊണ്ടു. എന്നാൽ ആ സമാധാനത്തിന് നേരെയാണ് ഇസ്രായേൽ മിസൈലുകൾ പതിച്ചത്. പള്ളിയുടെ ചുറ്റുമതിലുകളും കെട്ടിടത്തിന്റെ വലിയൊരു ഭാഗവും ആക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു. അതൊരു കെട്ടിടത്തിന് നേരെയുള്ള ആക്രമണം മാത്രമായിരുന്നില്ല, മറിച്ച് യുദ്ധത്തിന്റെ യാതനകൾക്കിടയിൽ സമാധാനവും സുരക്ഷിതത്വവും തേടിയ ഒരു ജനതയുടെ അവസാന പ്രതീക്ഷയ്ക്ക് മേലുള്ള പ്രഹരമായിരുന്നു. ഹോളി ഫാമിലി ചർച്ച് ആക്രമണത്തിന്റെ വാർത്ത ലോകമെമ്പാടുമുള്ള മാധ്യമങ്ങളിൽ വലിയ ചർച്ചയായി. ഈ സംഭവം അന്താരാഷ്ട്ര ക്രൈസ്തവ സമൂഹത്തെയും മനുഷ്യാവകാശ സംഘടനകളെയും ഒരുപോലെ പ്രകോപിപ്പിച്ചു. അമേരിക്കയിൽ ഉൾപ്പെടെയുള്ള ഇസ്രായേലിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷികൾ പോലും ഈ നടപടിയെ ന്യായീകരിക്കാൻ തയ്യാറായില്ല. അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ വിഷയത്തിൽ നെതന്യാഹുവുമായി നേരിട്ട് സംസാരിച്ച് അതൃപ്തി രേഖപ്പെടുത്തി. ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നയതന്ത്ര പിന്തുണക്കാരനായ അമേരിക്ക പോലും ആശങ്ക അറിയിച്ചുവെന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ട്രംപിന്റെ സമ്മർദ്ദം നെതന്യാഹുവിന് മുന്നിൽ ഒരു പ്രതിസന്ധി സൃഷ്ടിച്ചു. ഈ ആക്രമണത്തെ പൂർണ്ണമായും തള്ളിക്കളയാനോ ന്യായീകരിക്കാനോ ശ്രമിക്കുന്നത് ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഒരു തെറ്റ് ഏറ്റുപറഞ്ഞ് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അതൃപ്തി കുറയ്ക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് നെതന്യാഹു സ്വീകരിച്ചത്. നെതന്യാഹുവിന്റെ ഓഫീസ് ഒരു ഔദ്യോഗിക പ്രസ്താവന പുറത്തിറക്കി. ആക്രമണത്തിൽ ഖേദം രേഖപ്പെടുത്തിയ പ്രസ്താവനയിൽ സിവിലിയന്മാരെയും ആരാധനാലയങ്ങളെയും സംരക്ഷിക്കാൻ ഇസ്രായേൽ പ്രതിജ്ഞാബദ്ധമാണെന്നും ഉറപ്പു നൽകി. ഈ നീക്കത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ലിയോ 14 മാർപ്പാപ്പയുടെ ആശ്വാസവാക്കുകൾക്ക് നെതന്യാഹു നന്ദി രേഖപ്പെടുത്തി എന്നതാണ്. ലോകകാര്യങ്ങളിൽ മതനേതാക്കൾക്ക്, പ്രത്യേകിച്ചും മാർപ്പാപ്പയ്ക്ക് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ സാധിക്കുമെന്നതിന്റെ തെളിവായിരുന്നു ഈ നന്ദി പ്രകടനം. ഗാസയിൽ നൂറ്റാണ്ടുകളായി ജീവിച്ചിരുന്ന ഒരു ചെറിയ ക്രൈസ്തവ സമൂഹമുണ്ട്. രാഷ്ട്രീയമായും മതപരമായും ഒറ്റപ്പെട്ട ഒരു തുരുത്തിലായിപ്പോയ അവർക്ക് അവരുടെ ആരാധനാലയങ്ങൾ എന്നത് പ്രാർത്ഥനയ്ക്കുള്ള സ്ഥലങ്ങൾ മാത്രമല്ല, മറിച്ച് അവരുടെ സംസ്കാരവും സ്വത്വവും നിലനിർത്താനുള്ള ഇടങ്ങൾ കൂടിയാണ്. ഹോളി ഫാമിലി ചർച്ചിന് നേരെയുണ്ടായ ആക്രമണം ഈ സമൂഹത്തിന് വലിയൊരു ആഘാതമായിരുന്നു. യുദ്ധം മുസ്ലിങ്ങളെയും ക്രൈസ്തവരെയും ഒരുപോലെ ബാധിക്കുമെന്നതിന്റെ ഓർമ്മപ്പെടുത്തലായിരുന്നു ഇത്. സ്വന്തം ആരാധനാലയം തകർക്കപ്പെട്ടപ്പോൾ അവരുടെ സുരക്ഷിതത്വ ബോധം കൂടിയാണ് നഷ്ടമായത്. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഖേദപ്രകടനം ഈ സമൂഹത്തിന് ചെറിയൊരു ആശ്വാസം നൽകിയിരിക്കാം. എങ്കിലും ഒരു പുണ്യസ്ഥലം സംരക്ഷിക്കാൻ സൈനിക ശക്തിക്ക് പോലും കഴിയുന്നില്ല എന്നത് ആഴത്തിലുള്ള ആശങ്കകൾ ഉയർത്തുന്നുണ്ട്. ഗാസയിലെ ഹോളി ഫാമിലി ചർച്ച് ആക്രമണം കേവലം ഒരു ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ കഴിയില്ല. ഇസ്രായേൽ പലസ്തീൻ സംഘർഷത്തിന്റെ പതിവ് കാഴ്ചകളിൽ ഒന്നായി ഇത് മാറി. സൈനികമായി ആവശ്യങ്ങൾ മുൻനിർത്തി ഒരു പ്രദേശം ആക്രമിക്കുമ്പോൾ സാധാരണക്കാർക്ക് സംഭവിക്കുന്ന നാശനഷ്ടങ്ങളെ കൊളാറ്ററൽ ഡാമേജ് എന്ന് വിശേഷിപ്പിക്കുന്നത് പതിവാണ്. എന്നാൽ അന്താരാഷ്ട്ര നിയമം അനുസരിച്ച് ആരാധനാലയങ്ങൾ, ആശുപത്രികൾ, സ്കൂളുകൾ തുടങ്ങിയവ സംരക്ഷിക്കപ്പെടേണ്ട പുണ്യസ്ഥലങ്ങളാണ്. ഇത്തരം സ്ഥലങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നത് ഗുരുതരമായ യുദ്ധക്കുറ്റമായി കണക്കാക്കപ്പെടാവുന്നതാണ്. നെതന്യാഹുവിന്റെ ഏറ്റുപറച്ചിൽ ഈ വിഷയത്തിൽ ഒരു വലിയ രാഷ്ട്രീയ പ്രസ്താവനയായിരുന്നു. ഒരു വശത്ത് അത് ഇസ്രായേലിന്റെ സൈനിക നടപടികളിൽ ചിലപ്പോൾ പിഴവുകൾ സംഭവിക്കാമെന്ന് സൂചിപ്പിച്ചു. മറുവശത്ത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ സമ്മർദ്ദം ഇസ്രായേൽ ഗവൺമെന്റിന് പൂർണ്ണമായും അവഗണിക്കാനാവില്ലെന്നും ഇത് തെളിയിക്കുന്നുണ്ട്. ഈ സംഭവം മാനുഷികതയുടെയും സഹിഷ്ണുതയുടെയും പാഠങ്ങൾ ലോകത്തിനു മുന്നിൽ വീണ്ടും ഓർമ്മിപ്പിക്കുന്നുണ്ട്. യുദ്ധങ്ങൾ രാഷ്ട്രീയ നേതാക്കളുടെ തീരുമാനങ്ങളാണെങ്കിലും അതിന്റെ ദുരന്ത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് സാധാരണക്കാരാണ്. അവർക്ക് മതമോ രാഷ്ട്രീയമോ വർഗമോ ഇല്ല. അവർക്ക് വേണ്ടത് സമാധാനപൂർവമായ ജീവിതം മാത്രമാണ്. ഇത്തരം ദുരന്തങ്ങൾ ഇനി ഒരിക്കലും സംഭവിക്കാതിരിക്കാൻ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത്.